എന്തു പറഞ്ഞ ഹനുമാൻ സ്വാമി വന്നിട്ട്? കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു. കൈലാസത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അനുഭവം ഉണ്ടോ അതിൽ? എന്റെ അനുഭവം ചേട്ടൻ ഇപ്പൊ കാണുന്നില്ലേ? ഇത് ഈ വലിയ അനുഭവം ഇതാണ് വലിയ അനുഭവം. ഗുരുജിയുടെ കണ്ണുകള് കാണും. പിന്നെ മരിച്ചുപോയ എൻ്റെ അച്ഛൻ മരിച്ചുപോയ അവരെല്ലാം കാണുമായിരുന്നു. ഞാൻ ഹനുമാൻ സ്വാമിയിലൂടെ മഞ്ഞിൽ കളിക്കാൻ പോയി. അപ്പോൾ മഞ്ഞിൻ്റെ തണുപ്പ് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. ചന്ദ്രനിൽ നിന്ന് ആരാ മൂന്നാല് പേര് ഇറങ്ങി വന്ന് വളയം കെട്ടി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി അപ്പുറത്ത് നിന്ന് കണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കുന്നു, വിളിക്കുന്നു. അങ്ങനെ ഒരു രൂപം ഞാനിങ്ങനെ എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് പറയാൻ നമുക്ക് പറ്റാത്തൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും ഈ ദേവതകളൊന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ ശരീരം, ദേവതകളൊന്നും കണ്ടില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് കിട്ടിയ സുഖം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. തസ്മയ ഗുരുജിയുടെ ഇൻ്റർവ്യൂയോ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് പഴയ ഇൻ്റർവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഗണപതിയെ കണ്ടിട്ടുണ്ട്, ഗണപതിയായിട്ട് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്, കൈലാസത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അനുഭവം ഉണ്ടോ അതിൽ? അനുഭവം ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ അനുഭവം ചേട്ടൻ ഇപ്പൊ കാണുന്നില്ലേ? ഇത് ഈ വലിയ അനുഭവം ഇതാണ് വലിയ അനുഭവം. അപ്പൊ ഈ സന്തോഷത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷ്ണന മുരുകൻ ആരെങ്കിലും ഫ്രണ്ട് വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇതുവരെ ഒരു കാഴ്ച കാണണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി അല്ല ഗുരുജിയുടെ പാതയിൽ വന്നത്. എനിക്കെൻ്റെ കുടുംബം നന്നായി കാണാനും എന്നും സന്തോഷത്തോടെ, അതായത് നാട്ടുകാരെ കാണിക്കാനുള്ള സന്തോഷമല്ല. പൊതുവേ ആൾക്കാർ ഇത്തരത്തിലുള്ള ഗണപതിയെ കണ്ടു അത് കണ്ടെന്ന് പറയുമ്പോൾ വീഡിയോ അങ്ങ് മില്യണും അങ്ങ് താണ്ടി അങ്ങ് പോകും. ഞാൻ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. എൻ്റെ മോള് കണ്ടിട്ടുണ്ട്, വൈഫ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ പറഞ്ഞാലും അതും ഇതുപോലെ പുളു അടിക്കുന്നതാണ്, അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ പോലെയൊക്കെ തോന്നുള്ളൂ. അതിൽ കാര്യമില്ല. ആദ്യം നമ്മുടെ കുടുംബം നന്നാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതൊക്കെ ഒരു ഭാഗ്യമാണ്, എൻ്റെ മോളുടെ ഒരു ഭാഗ്യമാണ്. കാണാൻ പറ്റുന്നതും എൻ്റെ വൈഫിനായാലും അമ്മയ്ക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ല, എല്ലാവർക്കും കാണാൻ പറ്റും. കൊച്ചുമോ ഹനുമാൻ സ്വാമിയെ അവൻ എൻ്റെ അവൻ്റെ മോനുണ്ട് കൊച്ചുമോൻ, അവൻ ഹനുമാൻ സ്വാമിയെ കൂടെ കാണും. ഞാൻ ഇന്ന് ഹനുമാൻ സ്വാമിയെ കണ്ടു എന്നൊക്കെ വന്നിരുന്നു. ഇത് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു, ഹനുമാൻ സ്വാമി വന്നിരുന്നു. മെഡിറ്റേഷനിൽ ഇരുന്ന് ഞാൻ സൂര്യനെ നോക്കി ഞാൻ കണ്ടു. നമ്മൾ പടത്തിലൊക്കെ കാണുമ്പോൾ ഇത് ഹനുമാനാണോ കണ്ടത്? എന്തു പറഞ്ഞു ഹനുമാൻ സ്വാമി വന്നിട്ട്? കുറച്ച് കാര്യമൊക്കെ പറഞ്ഞു. എന്ത് കാര്യം പറഞ്ഞേ? കോണും ബ്രോക്കോളിയും കൂടെ കഴിക്കാൻ പറഞ്ഞു. കോണും ബ്രോക്കോളിയും കഴിക്കാൻ പറഞ്ഞ ഹനുമാൻ സ്വാമി അത് പറഞ്ഞില്ലേ? ഒരു വീട്ടിൻ്റെയും കാട്ടി ഹനുമാൻ സ്വാമിയാണ് ഇഷ്ടം അങ്ങനെ പറഞ്ഞ. ഓക്കെ ഓക്കെ. അപ്പൊ മക്കളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ? ആ നല്ല കുട്ടി. എന്തായാലും മക്കളെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടാ. മോക്കെന്താ പറ്റിയേ? മോളെന്താ കണ്ട? ഞാൻ ഒരു ദിവസം ഇവിടെ തന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന്, പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പാണ്. 1 2 3 എത്ര പുതപ്പ് പൊതച്ചപ്പോൾ ഒരു 5 6 പുതപ്പൊക്കെ പൊതച്ചു, എന്നിട്ടും തണുപ്പ് മാറുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഹനുമാൻ സ്വാമിയിലൂടെ മഞ്ഞിൽ കളിക്കാൻ പോയി. അപ്പോൾ മഞ്ഞിൻ്റെ തണുപ്പ് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നോ? നല്ല കുളിരായിരുന്നു. മഞ്ഞിൽ കളിക്കാൻ പോയി. മഞ്ഞിൽ കളിക്കാൻ പോയി. എത്ര സമയം കളിച്ചു? 45 മിനിറ്റ്. കുറെ നേരം എടുത്തല്ലേ? അതുകൊണ്ടാണ് ശരീരം മൊത്തം തണുപ്പായി പോയോ? പിന്നെ എന്ത് ചെയ്ത്? തണുപ്പ് മാറാൻ എന്താ ചെയ്തത്? തണുപ്പ് മാറാൻ ബാക്കി എനിക്ക് അറിയില്ല. വീട്ടിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? അച്ഛൻ എന്ത് ചെയ്തു? മൂൺ മെഡിറ്റേഷനിലാണിത് സംഭവിച്ചത്. മൂൺ മെഡിറ്റേഷനിലാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് പുതപ്പൊക്കെ പതിച്ച് ഉറങ്ങി പതുക്കെ. ഓക്കെ ഓക്കെ. എന്തായാലും ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ ഹനുമാൻ സ്വാമിയെ കണ്ടത്. അതിലേ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇത്തരം ദർശനങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ ആളുകൾക്ക് ഇപ്പം നിങ്ങളൊക്കെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം എന്തായാലും പുള്ളിക്ക് അത്
കണ്ടിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. എൻ്റെ വീട് തന്നെയാണ് മാറ്റം, അത് തന്നെ വലിയൊരു സംഭവം. എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ മെഡിറ്റേഷനിൽ ഗുരുജിയുടെ കണ്ണുകൾ കാണും. ഗുരുദേവനെ കാണാറുണ്ടായിരുന്നു. പിന്നെ മരിച്ചുപോയ എൻ്റെ അച്ഛനെ, ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അമ്മ, വലിയച്ഛൻ, മരിച്ചുപോയ അവരെല്ലാം കാണുമായിരുന്നു. അവരൊന്നും എന്തെങ്കിലും പറയാമോ? ഒന്നും പറയുമൊന്നുമില്ല, നമ്മളെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയമാണോ അതോ സന്തോഷമാണോ? സന്തോഷമാണ്, ഭയം തോന്നിയിട്ടില്ല. തോന്നിയിട്ടില്ല. മരിച്ചുപോയ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇല്ല ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ അമ്മ, ഞാൻ ചില ദിവസം അമ്മ അടുത്ത് എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അമ്മ ഇങ്ങനെ എന്നെ നോക്കിയിരിക്കുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഒന്നും തോന്നിയിട്ടില്ല. ചേട്ടൻ എന്തെങ്കിലും? എനിക്കങ്ങനെ പ്രത്യേകിച്ച് കാഴ്ചകളായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം മാത്രം കൊച്ചുമോൻ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നതായിട്ട് തോന്നി എനിക്ക്. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പിടിക്കാൻ തോടി, പക്ഷെ വീണ് കൈ ശകലം മുറിയുകയും ചെയ്തു. ഞാനിതങ്ങ് വിട്ട് കളഞ്ഞ, പിന്നെ അത് പറയാനും പോയില്ല. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ കടയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു. വീട്ടിൽ അവൻ വീഴുകയും ചെയ്തു, അവൻ്റെ കൈ മുറിയുകയും ചെയ്തു. പക്ഷെ രാവിലെ എന്നാൽ ഞാൻ മെഡിറ്റേഷൻ കഴിഞ്ഞപ്പം വീട്ടിൽ പറയാൻ വിട്ടുപോയി ഇങ്ങനൊരു സംഭവം കണ്ടെന്ന്. അത് കറക്റ്റാണ് സംഭവിച്ചു. അല്ലാതെ വേറെ കാഴ്ചകളൊക്കെ കാണാനില്ല. പിന്നെ അമ്മൂമ്മ എന്തെങ്കിലുമൊക്കെ നമ്മൾ മെഡിറ്റേഷന് ഇരിക്കുമ്പോഴത്തേക്ക് ചില ദിവസം ആരെങ്കിലും 3-4 പേര് വന്ന് ഇങ്ങനെ നിൽക്കും. നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അങ്ങ് പോകും. പോയി കഴിയുമ്പോൾ അതുവരെ ഉള്ളത് എനിക്ക് നല്ല ഓർമ്മ. അത് കഴിയുമ്പോൾ എന്തരാണെന്ന് ഏതാണെന്ന് ഒന്നും അറിഞ്ഞൂടാ, ഓർമ്മയേ ഇല്ല. ദൈവങ്ങളെയൊന്നും കാണാറില്ല? ദൈവങ്ങളെയല്ല കാണാം. ദൈവങ്ങളാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇന്നാരായിട്ടെന്നുള്ള കാണുന്നത്. ഏത് സമയത്തായത്? ഇത് രാവിലെ. വൈകുന്നേരം പിന്നെ ചന്ദ്രനിൽ നിന്ന് 3-4 പേര് ഇറങ്ങി വന്ന് വളയം കെട്ടി കുറച്ച് നേരം അങ്ങനെ വളയം കെട്ടി നിൽക്കും. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ത്രീ വരും, വന്ന് അവരെ തട്ടി മാറ്റിയിട്ട് അവരങ്ങ് പോവും. ഇവർ വന്ന് കുറേ നേരം വലത് സൈഡിൽ അങ്ങനെ നോക്കി നിൽക്കും. അമ്മൂമ്മയെ നോക്കി നിൽക്കും. ഇത് ആരാണെന്ന് അമ്മൂമ്മയുടെ ആരാണെന്നുള്ള ഒരു പിടിയുമില്ല. ആരോ ഒരാൾ വരുന്നു. സ്ഥിരമായി ഇത് തന്നെയാണ് കാണുന്നത്? എല്ലാ ദിവസവും ഇത് തന്നെയാണ് കാണുന്നത്? എല്ലാ ദിവസവും കാണൂല, ചില ദിവസങ്ങളിൽ. ഇത് രാവിലെ കാണുന്നത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അവർ പോയി കഴിയുമ്പോഴത്തേക്ക് തല പെരുത്ത് പിന്നെ എന്തോ ഒന്നും അറിയില്ല, ഒന്നും അറിഞ്ഞൂടാ. ഇത് ഗുരുജിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? ഇത് ആരാണെന്ന് എന്താണെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തി നോക്കിയാൽ? അതില്ല. ഇല്ല, ഗുരുജിക്ക് അറിയാം. പക്ഷെ ഗുരുജിക്ക് അറിയാം ഇത് ആരാണ് പറയുന്നത് അല്ലേ? പിന്നെ അപ്പോഴേ അവർ വെള്ളം കോരിക്കൊണ്ടൊഴിക്കുക, തട്ടി വിളിക്കുക, ഏതാണ്ട് ഇത് കുടത്തോടെ എടുത്തുകൊണ്ടൊന്നും തല കുടി ഒഴിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയണത്. അപ്പോഴറിയില്ല, അപ്പോഴൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇവരെല്ലാം ഇങ്ങനെ ഇതിന് ശേഷമാണ് ഇങ്ങനെ ആയോ എന്നുള്ള ഒരു തോന്നൽ വന്നത്. അത് കുറേ ദിവസം എനിക്ക് കാണുമായിരുന്നു ഞാൻ. എന്തായിരുന്നു? അല്ല, അമ്മ മെഡിറ്റേഷൻ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് മെഡിറ്റേഷൻ ഇരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും എണീക്കും, പക്ഷെ അമ്മ എണീക്കൂല. വിളിക്കുമ്പം ഒരു ഇതും ഇല്ലാതിരിക്കും. നമ്മൾ എത്ര വിളിച്ചാലും എണീക്കൂല. എത്ര സമയമാണ് ഈ മെഡിറ്റേഷൻ? 45 മിനിറ്റ്സ് ആണ് ഇരിക്കുന്നത്. പക്ഷെ അമ്മ കൂടുതൽ നേരം ഇരിക്കും. ഞങ്ങളെല്ലാം അടിക്കുമ്പോൾ ഞങ്ങൾ എണീക്കും, അമ്മ എണീക്കൂല. ആദ്യം ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ഇല്ല, ചില ദിവസം. അതെന്താ കാര്യം? അതെന്താന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അല്ല, ആദ്യമൊന്നും നമുക്ക് അറിയില്ല. എന്തോ ഇങ്ങനെ പേടിച്ചു കരഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെ, ദൈവമേ എന്തെങ്കിലും സംഭവിച്ചോ, അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി വെയിൽ ഇങ്ങനെ ഇരുന്നിട്ടാണോ എന്നൊക്കെ പേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ പിടിച്ച് തൂക്കി കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട്. പിന്നെ പക്ഷെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ 2 ദിവസത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ സമാധി അവസ്ഥയിലാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാകുമ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് പതുക്കെ വിളിച്ചുണർത്തും. അങ്ങനെ അമ്മ പിന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഉണർത്തുമ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അമ്മ നല്ല ഫ്രഷായിട്ട് പോകും, ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പം ഞങ്ങൾ ആശ്രമത്തിൽ പോയി കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി അപ്പുറത്ത് നിന്ന് കണ്ട് പേടിച്ചു പോയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിക്കുന്നു, വിളിക്കുന്നു,
അത് കേട്ട് പേടിച്ചിട്ടുണ്ട്. എങ്ങനെ വെള്ളം ചുമ്മാ ഒഴിക്കുകയല്ലോ? അല്ല, അമ്മ ഇങ്ങനെ ഇരിക്കുകയല്ലേ ചെയറില്, അമ്മ എണീക്കുന്നില്ല വിളിച്ചിട്ട്. അതിന് എങ്ങനെയാ വെള്ളം ഒഴിയുന്നത്? ബക്കറ്റ് കണക്കിനാണോ? കപ്പിന് വാരി ഒഴിക്കും. നമ്മൾ കുളിക്കാൻ തലേ വെള്ളം ഒഴിക്കൂലേ, ആദ്യം കാലിലും കയ്യിലും ഒഴിച്ചു നോക്കും ഉണരുന്നുണ്ടോന്ന്, അല്ലെങ്കിൽ തലയിൽ കൂടെ ഒഴിക്കും. ഇങ്ങനെ കുളിക്കുന്ന പോലെ തലയിൽ കൂടെ പതിയെ. എത്ര സമയം അങ്ങനെ ഒഴിക്കേണ്ടി വരും? അല്ലല്ല, ഒരു 5 മിനിറ്റ് ഒക്കെ. ഓരോ ദിവസം ഓരോ രീതിയാണ്. ചില ദിവസങ്ങളിൽ 45 മിനിറ്റ് വരെ പോകും, ചിലപ്പോൾ 5 മിനിറ്റേ പോകുള്ളൂ, ചിലപ്പോൾ ഒരു 2-3 മിനിറ്റിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നനയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേക്കും. ചില ദിവസങ്ങളിൽ കുറച്ചിങ്ങനെ നീണ്ടുപോയി നമ്മൾ. അപ്പോഴൊക്കെ കണ്ണ് തുറന്നില്ലിരിക്കും? അല്ലല്ല, കണ്ണടച്ചാണ്. സൺ മെഡിറ്റേഷനിലാണ് അങ്ങനെ വരുന്നത്. ആ സമയത്താണ് അമ്മ ഈ കാഴ്ചകൾ കാണുന്നത്. ആ കാഴ്ചകളാണ്. എത്ര മണിക്കൂർ പോകും ഏകദേശം? എങ്ങനെ? 3/4 മണിക്കൂറിൽ കൂടുതൽ എടുക്കുവോ? 1 മണിക്കൂർ? അല്ല, 3/4 മണിക്കൂർ കഴിയുമ്പോഴല്ലേ നമ്മൾ എണീക്കുന്നത്. മെഡിറ്റേഷൻ ശരിക്കും 45 മിനിറ്റ്സ് ആണ്. ആ 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ഞങ്ങൾ അലാറത്തിൽ എഴുന്നേക്കും. അമ്മമ്മ എഴുന്നേക്കാത്ത ദിവസങ്ങളിലാണ് ഈ സമാധി അവസ്ഥ ഇരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകും. അല്ല, അത്രയും വരെ നമ്മൾ ഇരുത്തൂലല്ലോ. അല്ല, ഞങ്ങള് അതല്ല, ഇങ്ങനെ ഉണർത്തും വെള്ളം ഒഴിച്ച്. ഇങ്ങനെ അപ്പൊ നമ്മ ഫ്രഷ് ആയിട്ട് എണീറ്റ് വരും. വേറെ ശാരീരിക അസ്വസ്ഥ ഒന്നും ഉണ്ടാവില്ല ഇതിങ്ങനെ? അത് കഴിഞ്ഞതിന് ശേഷം? ഇല്ല ഇല്ല ഇല്ല, അല്ല ഉണ്ടായിരുന്നു. മെഡിറ്റേഷന് മുമ്പേ എനിക്ക് എന്നോ സുഖമില്ലാത്ത ഒക്കെ തന്നെയായിരുന്നു. ഈ മെഡിറ്റേഷൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല. ഒന്നുമില്ല, വലുതായിട്ടുള്ള ഒരു അസുഖവും ഇല്ല. ഒന്നുമില്ല. എല്ലാവർക്കും നല്ല ശാരീരികമായി. ഏറ്റവും കൂടുതൽ പറയുന്നത് മോളുടെ കാര്യമാണ്. മോൾക്ക് ശ്വാസം മുട്ടലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ഡെയിലി ഇൻഹേലർ എടുക്കുമായിരുന്നു. എല്ലാ ദിവസവും ഇൻഹേലർ എടുക്കണം. ഞങ്ങൾ ശരിക്കും ഞാനും ഹസ്ബൻഡും മോളുമാണ് ആദ്യം മെഡിറ്റേഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ആശ്രമത്തിൽ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോയതാണ്. ഒരു സെപ്റ്റംബർ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. കുറച്ച് തണുപ്പുള്ള സമയമാണ് ആശ്രമത്തിൽ ചെന്നപ്പോൾ. അപ്പം ഞാൻ എവിടെ പോയാലും ഡ്രസ്സ് എടുത്തില്ലെങ്കിലും മോളുടെ ഇൻഹേലർ എടുക്കും. കാരണം ഇതില്ലാതെ മോൾക്ക് പറ്റത്തില്ല. അന്ന് ഞങ്ങൾ ആശ്രമത്തിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്കിത് നിർത്തി നോക്കാം, നമ്മളിപ്പോൾ പുതിയൊരു രീതിയല്ലേ, ഇപ്പോൾ ശരിയാവും എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ നിർത്തിയതാണ്. ഡോക്ടറെ കൺസൾട്ടേഷൻ ശരിക്കും ഒന്നും ചെയ്തില്ല, നമ്മൾ നിർത്തി നോക്കി. നമുക്കും ഇതുവരെ പിന്നെ എനിക്ക് മോക്ക് ഡെയിലി ഒരു ഇൻഹേലർ എടുക്കണം എന്നുള്ള രീതിയിൽ ഇതുവരെ വന്നിട്ടേ ഇല്ല. പിന്നെ സ്കൂളിൽ പോകുന്നതായാലും ഇപ്പം ഈ ഒരാഴ്ച പോയെന്ന് വെച്ചോ, അടുത്ത ആഴ്ച പോകത്തില്ല, വീണ്ടും ഒരാഴ്ച പോവും, വീണ്ടും പോകത്തില്ല, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പിന്നെ അസുഖങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡെയിലി മോക്ക് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുന്നുണ്ട്. പൊടി അലർജിയാണ്, ഫുഡ് അലർജി ഉണ്ടായിരുന്നു, ഇതൊന്നും വന്നിട്ടേ ഇല്ല. മെഡിറ്റേഷൻ അത്രയും പവറുണ്ട്. എന്തായാലും ഇയാൾ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇതേപോലെയുള്ള രൂപങ്ങളോ ദേവതകളെ ഒക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതോ വന്നിട്ടുണ്ടോ? കാഴ്ചകളെക്കാളും കൂടുതൽ എനിക്ക് ചെറിയ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ എക്സസൈസാണ് കൂടുതലും മെഡിറ്റേഷനിൽ കിട്ടിയിട്ടുള്ളത്. കാഴ്ചകൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കാഴ്ചകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം, നിറയെ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം, നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള, അതായത് നിറയെ പാടങ്ങളൊക്കെ ഉള്ള സ്ഥലം, അതുവഴി ഇങ്ങനെ നടന്നു പോകാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് അതുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു തവണ ഒരു ദേവി ഇങ്ങനെ സൗന്ദര്യം എന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അതെങ്ങനെ വർണ്ണിക്കണം എന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഒരു രൂപം ഞാനിങ്ങനെ എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അത് പറയാൻ നമുക്ക് പറ്റാത്തൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്ര ഒരു സന്തോഷമാണ് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസിൽ. എപ്പോഴും ഇല്ല, നമ്മൾ ശരിക്കും മെഡിറ്റേഷനിൽ നമ്മൾ കാഴ്ചകളെക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ ആ ഒരു സന്തോഷം, ഒരു ഉള്ളിൽ നിന്നുള്ളൊരു സന്തോഷമാണ് നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഈ കുടുംബമായിട്ടാണെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ പറ്റണതും ഒക്കെ നമുക്കൊരു വലിയ സന്തോഷമാണ്. എന്തായിരുന്നു ചേട്ടൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരു? എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഞാൻ ശരിക്കും ഒരുപാട് അസുഖങ്ങൾക്ക് അടിമയായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് കൈക്കും കാലിനും വിട്ട് നീരെന്ന് വെച്ചാൽ ബോൾ പോലെ ആവും. പിന്നെ ഒരു 3 ദിവസത്തേക്ക് നടക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. പിന്നെ ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള സകല മുന്തിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 2-3 ദിവസം സഹിക്കും, മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കും, അത് ഇതെല്ലാം ചെയ്യും, പക്ഷെ കുറയില്ല. 3 ദിവസം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി മാറും. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 25-30 വർഷത്തോളമായി എനിക്ക് ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് വരുമായിരുന്നു. ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞരമ്പും കഴുത്ത് ഈ ഭാഗങ്ങളൊക്കെ വലിഞ്ഞ് മുറുകി ഒരു ബലം കൂടി സംസാരശേഷിയൊക്കെ പോവും. കണ്ണിലും കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുക, സംസാരിക്കാൻ പറ്റില്ല, പിന്നെ ഒന്നും ഉണ്ടാകില്ല, പെരുവിയങ്ങിരിക്കും. അതിങ്ങനെ ക്രമേണ കുറഞ്ഞ് അങ്ങനെ പല പ്രാവശ്യം എന്നെ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം അവിടെ കിടക്കും, കുറേ പൈസകൾ കൊടുക്കും, ഇങ്ങ് വരും. അതും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ മെഡിറ്റേഷൻ തുടങ്ങി ഇന്ന് വരെ
ഈ 2 അസുഖം എന്നെ ബാധിച്ചിട്ടില്ല, എനിക്ക് വന്നിട്ടുമില്ല. അതെനിക്ക് ഏറ്റവും വലിയ അനുഭവമാണ്. ഇതിനപ്പുറത്ത് എനിക്കൊരു അനുഭവം വരാനില്ല. എന്തായാലും ഈ ദേവതകളൊന്നും കണ്ടില്ലെങ്കിലും നമ്മുടെ ശരീരം ദേവതകളൊന്നും കണ്ടില്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് കിട്ടിയ സുഖം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തിനു ജീവിക്കണം എന്ന്, ഇത്രയും വേദന അനുഭവിച്ചു. പക്ഷെ ഇപ്പോൾ അതില്ല, അങ്ങനൊരു സംഭവമേ എനിക്കില്ല. അത് ഭയങ്കര അനുഭവമാണ്. പിന്നെ ഷുഗർ ഞാൻ 1000-ന്റെ 2 ടാബ്ലറ്റ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇപ്പം മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊണ്ട് ചെക്ക് ചെയ്തപ്പം എല്ലാം നോർമലാണ്. ഇപ്പോൾ 5 മില്ലിയുടെ 1 ടാബ്ലറ്റാണ് ഞാൻ കഴിക്കുന്നത്. 1000-ന്റെ 2 നിന്ന് 5 മില്ലിയുടെ 1 പിന്നെ കഴിക്കുന്നത് സകല മധുരമുള്ളതും കഴിക്കും. ചായ കഴിക്കും, ലഡു, ജിലേബി, പായസം എന്നുള്ള എല്ലാ സാധനവും ഞാൻ കഴിക്കും. അതായത് ഗുരുജി പറയാറുണ്ട് നിങ്ങൾ മധുരം ഒഴിവാക്കേണ്ടായിരുന്നു, നിങ്ങളെ ജീവിതം മധുരമാവണം. എല്ലാം കഴിക്കണം, ഒന്നിനും ഒരു കുറവ് വരുത്താറില്ല. പക്ഷേ ഇപ്പോൾ ഷുഗർ കൺട്രോളാണ്. എന്തായാലും ഈ ഒരു തലമുറ മൊത്തം 4 തലമുറയിൽ ഞങ്ങളുടെ അമേസിംഗ് റേയിൽ ഇത്തരം ഒരു ഇൻ്റർവ്യൂ, അതും തസ്മൈ ഗുരുജി SMS മെഡിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ തങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടി ഇത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതം നന്നാവട്ടെ എന്ന് നിങ്ങളുടെ മനസ്സില്ലേ, അങ്ങനെ ആക്കിയെടുത്ത ഒരു മനസ്സില്ലേ, അതിന് ഒരുപാട് നന്ദി. അതാണ് നമുക്കിനി വേണ്ടത്. എല്ലാത്തിനും നന്ദി. താങ്ക് യു.